പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരി വിറ്റഴിക്കലും നാഷണൽ മോണിറ്റൈസേഷൻ പൈപ്പ് ലൈൻ പോലുള്ള പദ്ധതികളും രാജ്യത്തിൻ്റെ പൊതുസ്വത്ത് സ്വകാര്യവൽക്കരിക്കുന്നതിലേക്ക് നയിക്കുന്നു. ലാഭത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങൾ പോലും വിറ്റഴിക്കുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. സ്ഥിരം നിയമനങ്ങൾക്ക് പകരം കരാറടിസ്ഥാനത്തിലുള്ള നിയമനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നത് തൊഴിൽ വിപണിയിൽ അനിശ്ചിതത്വം സൃഷ്ടിക്കുന്നു. തുല്യ ജോലിക്ക് തുല്യവേതനം എന്ന തത്വം കാറ്റിൽ പറത്തി ഒരേ ജോലി ചെയ്യുന്ന സ്ഥിരം തൊഴിലാളിക്കും കരാർ തൊഴിലാളിക്കും വ്യത്യസ്ത വേതനം നൽകുന്ന രീതി വ്യാപകമാകുന്നു. മാന്യമായ തൊഴിൽ എന്ന ലക്ഷ്യത്തിൽ നിന്ന് നമ്മെ അകറ്റുന്ന ഇത്തരം നടപടികൾ തൊഴിലാളിയുടെ വിലപേശൽ ശേഷിയെ ദുർബലപ്പെടുത്തുന്നു. ഈ നയങ്ങളുടെ തുടർച്ചയെന്നോണം കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച 4 ലേബർ കോഡുകൾ തൊഴിൽ നിയമങ്ങളെ ലഘൂകരിക്കുന്നതിനേക്കാൾ ഉപരി തൊഴിൽ സുരക്ഷയിലും സേവന വ്യവസ്ഥകളിലും കാതലായതും പ്രതിലോമകരവുമായ മാറ്റങ്ങൾ വരുത്തുന്നവയാണ് എന്ന വിമർശനം വ്യാപകമാവുകയാണ്. തൊഴിലാളി സംഘടനകൾ ചൂണ്ടിക്കാണിച്ചതുപോലെ നിലവിലുള്ള 29 തൊഴിൽ നിയമങ്ങൾ ലഘൂകരിക്കുന്ന പ്രക്രിയയിൽ ലഘൂകരിക്കൽ എന്ന വ്യാജേന തൊഴിലാളികളുടെ നിയമപരിരക്ഷകൾ എടുത്തു മാറ്റപ്പെടുകയാണ്. ഇത് ഗൗരവമായി കാണേണ്ടതാണ്. പാർലമെൻറ്റിൽ പ്രതിപക്ഷത്തിൻ്റെ അസാന്നിധ്യത്തിൽ ജനാധിപത്യപരമായ ചർച്ചകൾ കൂടാതെയാണ് ഈ കോഡുകൾ പാസാക്കിയെടുത്തതെന്നത് തന്നെ ഇതിൻ്റെ പിന്നിലെ ദുരുദ്ദേശം വ്യക്തമാക്കുന്നു. ഇത് കോർപ്പറേറ്റ് നിയന്ത്രിത തൊഴിൽ വിപണി സൃഷ്ടിക്കുന്നതിനുള്ള ആസൂത്രിത നീക്കമാണ്. ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡ് എന്ന പേരിലുള്ള പുതിയ നിയമസംഹിതയിലെ വ്യവസ്ഥകൾ തൊഴിൽ സുരക്ഷിതത്വത്തെ ഗുരുതരമായി ബാധിക്കുന്നവയാണ്. ഇതിലേറ്റവും പ്രധാനമായി എടുത്തു പറയേണ്ടത് പിരിച്ചുവിടലിനുള്ള, ലേ ഓഫിനുള്ള അല്ലെങ്കിൽ സ്ഥാപനം അടച്ചുപൂട്ടുന്നതിനുള്ള മുൻകൂർ അനുമതി ആവശ്യമായ തൊഴിലാളികളുടെ പരിധി 100-ൽ നിന്ന് 300-ആയി ഉയർത്തിയെന്നതാണ്. ഇതിനർത്ഥം രാജ്യത്തെ 90% ഫാക്ടറികളിലും വ്യവസായ സ്ഥാപനങ്ങളിലും ഇനി മുതൽ തൊഴിലുടമകൾക്ക് സർക്കാർ അനുമതിയില്ലാതെ തന്നെ തൊഴിലാളികളെ പിരിച്ചുവിടാനാകുമെന്നതാണ്. തൊഴിലുടമയുടെ ഇംഗിതത്തിനനുസരിച്ച് എപ്പോൾ വേണമെങ്കിലും തൊഴിലാളിയെ പറഞ്ഞുവിടാം. ഇത് ഹയർ ആൻഡ് ഫയർ നയം നിയമവിധേയമാക്കുന്നതിന് തുല്യമാണ്. തൊഴിൽ സുരക്ഷ എന്നത് പഴങ്കഥയാകും. കൂടാതെ ഫിക്സഡ് ടേം എംപ്ലോയ്മെൻറ്റ് അഥവാ നിശ്ചിതകാല തൊഴിൽ കരാർ നിയമവിധേയമാക്കുന്നു. ഇത് സ്ഥിരം തൊഴിൽ എന്ന ആശയത്തെ തന്നെ ഇല്ലാതാക്കുന്നു. സ്ഥിര സ്വഭാവമുള്ള ജോലികളിൽ പോലും കരാർ നിയമനം അനുവദിക്കുന്നതിലൂടെ തൊഴിലാളികളെ നിരന്തരമായ ഭീഷണിയിൽ നിർത്താനും ട്രേഡ് യൂണിയൻ പ്രവർത്തനങ്ങളിൽ നിന്ന് അവരെ അകറ്റി നിർത്താനും സാധിക്കും. കരാർ കാലാവധി കഴിയുമ്പോൾ യാതൊരുവിധ ആനുകൂല്യങ്ങളുമില്ലാതെ പിരിച്ചുവിടാം. കരാർ പുതുക്കിയില്ലെങ്കിൽ ജോലി നഷ്ടപ്പെടുമെന്ന ഭീതിയിൽ തൊഴിലാളികൾക്ക് ചൂഷണത്തിനെതിരെ ശബ്ദിക്കാൻ കഴിയാതെ വരും. 1 വർഷമോ 2 വർഷമോ കഴിഞ്ഞാൽ
ജോലി ഉണ്ടാകുമോ എന്നറിയാത്ത ഒരു തൊഴിലാളിക്ക് എങ്ങനെയാണ് തൻ്റെ ഭാവി